ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യണ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ കർക്കിടക സംക്രാന്തിയൊക്കെ വരില്ലേ, അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഫസ്റ്റ് തന്നെ ഫ്രിഡ്ജ് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ക്ലീൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വൃത്തികേടായിട്ടാണ് നമ്മുടെ ഫ്രിഡ്ജ് കിടക്കണത്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് പുതിയ രീതിക്ക് സാധനങ്ങളൊക്കെ ഒന്ന് വെക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ ഒരു ഡീപ്പ് ക്ലീൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫ്രിഡ്ജ് വരുന്നത്. അപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു വർഷമൊക്കെ ആയിട്ടുണ്ട്. ഒരു വർഷം ആയിട്ടുണ്ട്. പാനാസോണിക്കിൻ്റെ ഫ്രിഡ്ജാണ്. ഗ്ലാസ് ആണ് കേട്ടോ ഫ്രണ്ടിലൊക്കെ. അപ്പോൾ അതാ നമ്മളിതാ കാണുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ ഫ്രണ്ട് ഭാഗത്ത്, അവിടെയൊക്കെ അതാ ആദിയുടെ കൈപ്പത്തികളാണ് കേട്ടോ അവിടെ കാണാൻ കഴിയുന്നതൊക്കെ. അവനിങ്ങനെ കൈ ഇങ്ങനെ ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ കൈ വയ്ക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന പാടുകളും കാര്യങ്ങളാണ് കേട്ടോ അതൊക്കെ. നമ്മളത് ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഉൾഭാഗം വരണത് ഇങ്ങനെയാണ്. അപ്പോൾ കുറച്ചധികം സാധനങ്ങൾ തന്നെ ഉണ്ട് കേട്ടോ ഉള്ളിലൊക്കെ. അതായത് കറികളായിട്ടും 2-3 ദിവസത്തെ മുന്നത്തെ കറികൾ, അങ്ങനത്തെ കറികളൊക്കെ അതിലുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് എടുത്ത് മാറ്റണം. പിന്നെ ഈ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ബോക്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും ആകെ അലമ്പായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഓരോ നമ്മൾ ധൃതിയുള്ള സമയങ്ങളിലൊക്കെ നമ്മളങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് പണി തീർക്കാൻ വേണ്ടിയിട്ട് വേഗം വേഗം അങ്ങോട്ട് വെച്ച് കൊടുക്കണതാണ് കേട്ടോ. അപ്പോൾ ഇനി അതൊക്കെ എടുത്തിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്യാൻ തന്നെ വേണം. പിന്നെ തൊട്ടടിയിലായിട്ട് ഇതാ ഇങ്ങനെ ഒരു ഡ്രോയർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറേ അരി, അതേപോലെ തന്നെ നമ്മുടെ ബദാം, കടല, അങ്ങനത്തെ സാധനങ്ങളൊക്കെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കേട് വരുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാം അതിൻ്റെ ഉള്ളിൽ കയറ്റി വയ്ക്കണത് കേട്ടോ. പിന്നെ അതിൻ്റെ താഴത്ത് ഇതുപോലെ ഒരു ഷെൽഫും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലും കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഓട്സ്, അങ്ങനത്തെ സംഭവങ്ങൾ, പാൽപ്പൊടി ഒക്കെ വളരെ കുറച്ചേ ഉള്ളൂ, എന്നാലും ഇങ്ങനെ കെട്ടിപ്പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറേ പാത്രത്തിലും കുറേ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ റാഗി പൗഡർ അങ്ങനെയൊക്കെ അതൊക്കെ കേട് വരാണ്ടിരിക്കാൻ വേണ്ടി പൊട്ടിച്ച് കഴിഞ്ഞാൽ ആ പാക്കറ്റൊക്കെ അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഉൾഭാഗം വരുന്നത്. പിന്നെ ഇത് ഡോർ പോർഷനാണ് കേട്ടോ. അപ്പോൾ അവിടെ നമ്മുടെ കുറേ ബോട്ടിൽസും കാര്യങ്ങളൊക്കെ അവിടെയും വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. പിന്നെ അടിഭാഗത്താണ് നമ്മുടെ ഫ്രീസർ വരുന്നത് കേട്ടോ. അപ്പോൾ അതിൽ പിന്നെ കാര്യമായിട്ടൊന്നും അത്ര വൃത്തികേട് കാര്യങ്ങളൊന്നുമില്ല. നമ്മളിപ്പോൾ ഇന്നാൾ വാങ്ങിച്ച ഫ്രഞ്ച് ഫ്രൈസും ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഐസ് ട്രേയും, അതേപോലെ തന്നെ അത് 2 തരം ഉണ്ട് കേട്ടോ. പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരി, കുറച്ച് മിഠായി, അത്രേ ഉള്ളൂ കേട്ടോ അടിയിൽ. പിന്നെ ഏറ്റവും അടിയിലായിട്ട് അമ്മ ഒരു പാക്കറ്റ് മഞ്ഞളുണ്ടല്ലോ അതും വെച്ചിട്ടുണ്ട്. അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ അതും കൂടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അത്രയും വൃത്തികേടില്ല. അപ്പോൾ ഫ്രണ്ട് ഭാഗത്താണ് കൂടുതൽ വൃത്തികേട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് തുടച്ചെടുക്കാം. ആദ്യം തന്നെ സംഭവങ്ങളൊക്കെ മാറ്റി വയ്ക്കണം, എന്നിട്ട് കുറേശ്ശെ ആയിട്ട് തുടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു ടവൽ നനച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആദ്യം തന്നെ എല്ലാ സാധനങ്ങളും ഇതാ ഇങ്ങനെ എടുത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചതിൻ്റെ ശേഷം പിന്നെ ഒരുമിച്ച് തുടയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതാ എല്ലാം ഞാനിവിടെ ടേബിളിന് മുകളിലേക്ക് തന്നെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നെ പെട്ടെന്ന് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ട് ഉള്ളിലേക്ക് വെക്കാനും നമുക്ക് എളുപ്പമുണ്ടല്ലോ. അപ്പോൾ ഞാനിതാ ഓരോന്നായിട്ട് ഇതാ ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ ഫസ്റ്റ് 3 ഷെൽഫിലത്തെയും എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ആ നനച്ച ടവൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കറി പോയേണ്ടി അങ്ങനെയൊക്കെ ചെറിയ രീതിക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വേഗം ഇങ്ങനെ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ സൈഡിലും ഉണ്ടാവുമല്ലോ കുറച്ച് അങ്ങനെ ചളിയും കാര്യങ്ങളൊക്കെ ചെറിയ രീതിക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വേഗം തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു ഡ്രോയർ ഉണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ ഉള്ളിലും കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി അതൊന്ന് എടുക്കാൻ പറ്റുമോ നോക്കിയതാണ്. അപ്പോൾ അത് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് ഞാനത് അവിടെ സിങ്കിൽ കൊണ്ടുപോയിട്ട് അതൊന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലും ഈ പറഞ്ഞ മാതിരി പച്ചക്കറിയൊക്കെ ഇട്ട് വെച്ചിട്ട് അങ്ങനെ കുറച്ചിങ്ങനെ കേട് വന്നിട്ടുണ്ടാവുമല്ലോ, ഒരു പാട് പോലെയൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം വാഷ് ചെയ്തെടുക്കുന്നുണ്ട്.
പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ അടിയിൽ നമ്മൾ ആ ഡ്രോയർ എടുത്തപ്പോൾ അടിയിൽ നല്ല രീതിക്ക് ഇതാ കറിവേപ്പിൻ്റെ ഇലയും അങ്ങനെ കുറച്ച് കരടും കാര്യങ്ങളൊക്കെ അതിൻ്റെ അടിയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വേഗം വേഗം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ അടിയിലായിട്ട് ഒരു ഷെൽഫും കൂടി ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലും കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അതും എല്ലാം ഓരോന്നോരോന്നായിട്ട് ഇതാ ഞാനിങ്ങനെ എടുത്ത് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് അതും ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അതും പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും പുറത്തേക്ക് എടുത്തിട്ട് ഒന്ന് വാഷ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതും പുറത്തേക്ക് എടുത്തപ്പോൾ അതിൻ്റെ ഇടയിലും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചെറിയ രീതിക്ക് പൊടിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ പൊടിയല്ല, ഇങ്ങനെ കരട് നമ്മൾ വെച്ചിട്ടുള്ള വെജിറ്റബിൾസിൻ്റെ തന്നെ ഒരു വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഉണങ്ങിയിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വേഗം വേഗം അങ്ങനെ തുടച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഫ്രണ്ട് പോർഷനൊക്കെ ഏറെക്കുറെ ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വാഷ് ചെയ്ത് വെച്ചതൊക്കെ അത് അങ്ങോട്ട് തന്നെ കയറ്റി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അടുത്തൊരു പോർഷൻ ക്ലീൻ ചെയ്യാം കേട്ടോ. ഇനി ക്ലീൻ ചെയ്യാൻ പോണത് ഡോറിൻ്റെ പോർഷനാണ് കേട്ടോ. അപ്പോൾ അവിടെ കൂടുതലും ബോട്ടിൽസ് കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞ മാതിരി തന്നെ വേഗം വേഗം എല്ലാതും എടുത്ത് വെക്കുന്നുണ്ട്. ടേബിളുമേക്ക് എടുത്ത് വെച്ചിട്ട് പിന്നെ നമുക്ക് വേഗം വേഗം തുടച്ച് വൃത്തിയാക്കാം കേട്ടോ. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് പോർഷൻ വൃത്തിയാക്കണം അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കേട്ടോ, സൈഡിൽ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. കാരണം പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് എടുത്ത് വയ്ക്കാനും എളുപ്പമുണ്ടായിരുന്നു, അതുപോലെ തന്നെ തുടച്ചെടുക്കാനും വേഗം എളുപ്പമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വേഗം വേഗം തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വലിയ രീതിക്കുള്ള പൊടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ചെറിയ രീതിക്കൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ ഡോറ് അടയ്ക്കുന്ന സമയത്ത് ഉണ്ടാവണ ഓരോ പാടും അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, തൊടുമ്പുണ്ടാവണ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ചെറിയ രീതിക്ക്. പിന്നെ ലാസ്റ്റത്തെ ആ ഒരു ഷെൽഫ് എനിക്കിങ്ങനെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതെടുത്തിട്ട് അവിടെ നിന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഫ്രണ്ട് പോർഷനും അതുപോലെ തന്നെ സൈഡ് പോർഷനും ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടിയിൽ വൃത്തിയാക്കാം കേട്ടോ. അതായത് ഫ്രീസറിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെയാണ് കേട്ടോ ഇനി ക്ലീൻ ചെയ്യണത്. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞില്ലേ അധികം സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ ക്ലീൻ ആക്കാൻ നല്ല എളുപ്പമായിരുന്നു കേട്ടോ. കാരണം ഐസ് ബോക്സും അതുപോലെ തന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പും ചോക്ലേറ്റൊക്കെ അങ്ങോട്ട് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് അത് വേഗം വേഗം ഞാനിങ്ങനെ തുടച്ചെടുക്കുന്നുണ്ട്. ആ ഒരു ട്രേ എനിക്ക് ഊരിയെടുക്കാൻ പറ്റണില്ല കേട്ടോ. അതിന് എനിക്ക് തോന്നുന്നു അത് ഊരിയെടുക്കാൻ പറ്റില്ല തോന്നുന്നു. അപ്പോൾ അത് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ അധികം കച്ചറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ടവൽ ഉപയോഗിച്ചിട്ട് തുടച്ചിട്ട് ആ സാധനങ്ങളൊക്കെ അങ്ങോട്ട് തന്നെ കയറ്റി വെച്ചു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞല്ലോ അത്രയും വൃത്തികേടും കാര്യങ്ങളും അടിയിലുണ്ടായിരുന്നില്ല. അത് കാരണം പിന്നെ അത് പെട്ടെന്ന് പെട്ടെന്ന് വൃത്തിയാക്കി എടുക്കാനും പറ്റിയിട്ടാണ്. ഫൈനലി നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഉൾഭാഗം മൊത്തം ക്ലീൻ ആയിട്ടുണ്ട്. ഇനി ഇതാ ഈ ഉള്ളിലുണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ ഞാൻ നിരത്തി ടേബിളുമ്പോൾ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ എനിക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് വേണം ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതാ വെജിറ്റബിൾസൊക്കെ ഇതുപോലെ ഓരോ ബോക്സിലാക്കി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മല്ലിയില, കറിവേപ്പിൻ്റെ ഇല ഓൾറെഡി ഒരു ബോക്സിൽ വെച്ചിട്ടുണ്ട്. പിന്നെ മല്ലിയില, പുതിനയുടെ ഇല അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഞാൻ വേറൊരു ബോക്സിൻ്റെ ഉള്ളിലാക്കിയിട്ട് അതും സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ട്രേ എന്ന് പറയണത്, ഫസ്റ്റ് ഷെൽഫ് എന്ന് പറയണത് ഭയങ്കര ചെറുതാണ് കേട്ടോ. അപ്പോൾ ചെറിയ പാത്രങ്ങളൊക്കെയാണ് നമുക്ക് ഏറ്റവും ടോപ്പിൽ വെക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ പാത്രങ്ങൾ നോക്കിയിട്ട് ഞാനിതാ ഏറ്റവും ടോപ്പിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സെക്കൻഡ് ഷെൽഫിലും കുറച്ച് വലിയ പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ ഞാൻ സെക്കൻഡ് ഷെൽഫിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഏറ്റവും അതായത് മൂന്നാമത്തെ ഷെൽഫ് കഴിഞ്ഞ് നാലാമത്തെ ആ ഡ്രോയർ ഉണ്ടല്ലോ, അതിൽ ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ വെച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് സെറ്റ് ആവുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ബോക്സ് ഇല്ലാണ്ട് വെക്കണം. അപ്പോൾ എനിക്ക് എന്തോ അത്ര ഭംഗി തോന്നിയില്ല. അപ്പോൾ ഞാനത് തേർഡ് ഷെൽഫിലായിട്ട് വെജിറ്റബിൾസും അതുപോലെ പച്ചമുളക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ആ ഫ്രഷ് സേഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രോയർ ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ ഞാൻ ചെറുനാരങ്ങയും തൈരൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ബദാം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരു പാത്രത്തിലാക്കിയിട്ട് അതും കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡോർ പോർഷനാണ് കേട്ടോ ഞാൻ അടുത്ത് വെക്കണത്. അവിടെ ഈ പറഞ്ഞ മാതിരി ബോട്ടിൽസ് കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ വെക്കുന്നത്. നമ്മുടെ കോഫി മേറ്റും അതുപോലെ സർബത്ത്, നെസ്കഫേയുടെ ഒരു ബോട്ടിൽ, അതേപോലെ നമ്മുടെ സോസ് കാര്യങ്ങളൊക്കെ സൈഡിൽ നമ്മുടെ ഡോർ പോർഷനിൽ വെക്കുന്നുണ്ട് കേട്ടോ.
ഇനി ഫൈനലി നമ്മൾ ഏറ്റവും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഏറ്റവും പുറം ഭാഗത്ത് ഈ ഒരു ഗ്ലാസിൻ്റെ ഭാഗം ഉണ്ടല്ലോ അവിടെയൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പം നനഞ്ഞ തുണി ഉപയോഗിച്ചിട്ട് തന്നെയാണ് കേട്ടോ അവിടെയൊക്കെ തുടയ്ക്കുന്നത്. അതായത് ഫ്രണ്ട് പോർഷനിൽ ഗ്ലാസ് ആണല്ലോ അതുകൊണ്ട്. പിന്നെ സൈഡ് പോർഷനിൽ നമ്മൾ നനഞ്ഞ തുണി കൊണ്ട് തുടയ്ക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒരു ടവലെടുത്തിട്ട് വെള്ളമൊന്നും നനയ്ക്കാതെ വെറുതെ തുടയ്ക്കുന്നുണ്ട്. നല്ല രീതിക്ക് തന്നെ പൊടി ഉണ്ടായിരുന്നു കേട്ടോ സൈഡിലൊക്കെ. പിന്നെ നമ്മളിതാ ഇതുപോലെ ABCD ഒക്കെ വെച്ചിട്ട് ഒന്ന് ഭംഗിയാക്കുന്നുണ്ട്. അപ്പോൾ അത് ഓൾറെഡി ഉള്ളതാണ്. ഞങ്ങൾ ഫ്രിഡ്ജ് വാങ്ങിയ സമയത്ത് ഓൺലൈനായിട്ട് വാങ്ങിച്ചതായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ട് അത് പിന്നെയും അറേഞ്ച് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. അതുപോലെ അപ്പുറത്തെ സൈഡിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് ചോക്ലേറ്റ്, അതുപോലെ തന്നെ മാഗ്നറ്റിൻ്റെ അല്ലേ കുറച്ച് ചോക്ലേറ്റും അതുപോലെ തന്നെ കുറച്ച് എനിമൽസിൻ്റെ ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെയും നന്നായിട്ട് പൊടിയൊക്കെ തുടച്ചിട്ട് അതും അറേഞ്ച് ചെയ്തിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫൈനലി നമ്മുടെ ഫ്രിഡ്ജ് നല്ല രീതിക്ക് സൈഡും അതുപോലെ തന്നെ ഫ്രണ്ട് പോർഷനും മറ്റേ സൈഡും എല്ലാതും നല്ല രീതിക്ക് വൃത്തിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ടൊന്ന് സംതൃപ്തിപ്പെട്ടു കേട്ടോ. ഞാൻ ചെയ്തുകൊണ്ട് എന്നെ പൊക്കി പറയില്ല ഞാൻ. പക്ഷേ എനിക്കെന്തോ ഈ ഫ്രിഡ്ജ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിന് ഭയങ്കര ഒരു സുഖം തോന്നി. തുറന്ന് കാണുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര ഒരു പോസിറ്റിവിറ്റി തോന്നി കേട്ടോ. അപ്പം ഇനി ഫൈനലി ഞാൻ നിങ്ങൾക്ക് മൊത്തത്തിൽ നമ്മുടെ ഫ്രിഡ്ജൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ നമ്മുടെ മനസ്സിന് ഭയങ്കര ഒരു സുഖമല്ലേ. അത് ഫ്രിഡ്ജല്ല, എന്തൊരു സംഭവമാണെങ്കിൽ ശരി, ഇപ്പോൾ കിച്ചൺ ആയാലും നമ്മുടെ വീട് മൊത്തമാണെങ്കിലും ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സുഖമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.